എടുത്ത് വട്ടം വെക്കടാ. ഓ ഓടി ഇങ്ങോട്ട്. രഹന നീ പോയിക്കോ, ചന്ദ്രേട്ടൻ എന്നെ കൊണ്ടുപോവാ. ഇറങ്ങണി ഇങ്ങോട്ട്. എന്റെ വീടാണല്ലോ. അയ്യേ, ഇവിടേക്കാണോ കൊണ്ടുവന്നേ? അല്ലാതെ പിന്നെ താൻ എന്റെ മകനെ ഗുണ്ടകളയച്ച് ഭീഷണിപ്പെടുത്തു അല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാൽ ഇതെങ്ങനെ ആവർത്തിച്ച പ്രേമം പ്രേമം എന്ന് പറഞ്ഞ് എന്റെ പുറകെ തെണ്ടി നടക്കുന്ന നിങ്ങളുടെ മകളുണ്ടല്ലോ, അവളും ഇരട്ട പ്രസവിക്കും. ഞാനതല്ല ഉദ്ദേശിച്ചത്. ചന്ദ്രേട്ടൻ അത് തന്നെ അത് ഉദ്ദേശിച്ചത്. നേരിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാ ഞങ്ങൾ വന്നത്. ചന്ദ്രേട്ടൻ വെറുമ്പാക്ക് പറയാറില്ല, ഇരട്ട പ്രസവിക്കും പറഞ്ഞ പെറ്റിരിക്കും. ഇവളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നീ വന്ന് വണ്ടി കയറി വന്ന് കേറ് വാ. സത്യത്തിൽ ഞാൻ അതല്ല ചന്ദ്രൻ അത് തന്നെ ഉദ്ദേശിച്ചത്. ഭാഗ്യം ഗർഭരക്ഷ ഒരു സാമാന്യ മര്യാദയില്ല നിനക്ക്? ഒരു വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, ഇരട്ട പ്രസവിക്കുന്നൊക്കെ? കുറച്ചു കൂടി പോയല്ലേ? പിന്നല്ലാതെ സിംഗിൾ മതിയായിരുന്നു. ഒറ്റ പ്രസവിക്കൂട്ടാ. നീ വണ്ടി കയറി. അവർ കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ വന്നത്. എടുക്കണ വണ്ടി. അച്ഛാ ഉറങ്ങിയോ അച്ഛാ? നീ ഉറങ്ങാതെ എപ്പോഴെങ്കിലും ഞാൻ ഉറങ്ങിയിട്ടുണ്ടോ? അപ്പോ അതില്ല. പിന്നെന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞാ പോരെ. ദേഷ്യപ്പെടരുത്. നിന്നോട് എപ്പോഴെങ്കിലും ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? അതില്ല. പിന്നെ എന്തിനാണ് അങ്ങനെ പറയുന്നത്? പറ. ഇതാ ടീച്ചറുടെ കാര്യ. ആ ടീച്ചർ നല്ല കുട്ടിയാച്ചാ. അപ്പു, വെറുതെ എന്റെ പ്രഷർ കൂട്ടണ്ട. നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ അച്ഛനും അമ്മയും കൂട്ടുകാരനും ഒക്കെ ഞാനാണെന്ന്. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ മാത്രം മതി, നമ്മൾ മാത്രം മതി. പക്ഷേ എന്താടാ പിന്നെ ഒരു പക്ഷേ? അതെ, ടീച്ചർ പറഞ്ഞല്ലോ, അച്ഛൻ ടീച്ചറെ കല്യാണം കഴിച്ചാ പിറ്റേ കൊല്ലം എനിക്കൊരു അനിയനെ തരാന്ന്. അപ്പൊ അവൾ അതും പറഞ്ഞോ? എങ്ങനെ പറയാതിരിക്കും ജയബാല. ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഒറ്റ വഴിയുള്ള ചന്ദ്രേട്ടാ, വാസക്ടമി. വാസക്ടമി? അതെന്താ? വന്ധീകരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊച്ചുങ്ങൾ ഉണ്ടാവുന്നുള്ള പേടിയുണ്ടല്ലോ. ഗുഡ് നൈറ്റ്. എന്തൊരു കഷ്ടമാണ് ദൈവമേ ഇത്. ഈ വന്ധ്യകരണം എന്ന് പറഞ്ഞാ അല്ല പിന്നെ വാസക്ടമി പിണ്ണാക്ക്. ശ്വാസം ഒന്ന് ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചേ. പോരട്ടെ പോരട്ടെ. കാറ്റ് പോയോ? വീട് പണ്ടാരം ചത്തുപോവും. അടിയൊക്കെ അതിന്റെ മോളിൽ കൂടെ ഒഴിക്കാൻ വേറെ കഷായം കൂടി തരാം. അതാണ് നിനക്ക്. 2 നേരം വെച്ചങ്ങ് കഴിച്ചോ. ചായ ആഹാ, ഞാനുണ്ടാക്കിയതാ. അസലായിരുന്നു. നീ വന്നേ മോനെ, ഇവിടെ ഇരുന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് പഠിക്കേ. നമ്മളെ പാവങ്ങൾക്ക് തലമുറകളായിട്ട് ചെയ്തു വരുന്നൊരു സേവനം അത്. ഇതൊക്കെ ഒന്ന് കണ്ടു പഠിക്കേ. ബ്രാൻഡി കണ്ണിൽ ഒഴിക്കാറുണ്ടോ? അച്ഛാ ഇതെന്താ? ഇത് ശതാവരിയുടെ വേരാ. നീ ഇവിടെ നിന്നാ മതിയേ. കുടിക്കാനാണോ? അയ്യോ അല്ലല്ല, തേക്കാനാ. ദൈവമേ, ആ വിചാരം മാത്രമേ ഉള്ളൂ. അടുത്ത ആള് വരട്ടെ. എന്താ സുഖം? പ്രേമം. പ്രമേഹം. അതിന് മധുരത്തിൽ കുറച്ചാ മതി. ചെല്ല് ചെല്ല് ചെല്ല്. പറ്റണ്ടേ? എനിക്ക് ചൂടാവല്ലേ വൈദ്യരെ. ഈ മുറിവ് കണ്ടോ? എന്താ ഇത്? ഇന്നലെ ചന്ദ്രേട്ടൻ ഉണ്ടാക്കി തന്നതാ. ഇതൊരിക്കലും ഉണങ്ങരുത്. നീര് ഇങ്ങനെ നിക്കണം. അതിനെ പറ്റിയ മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുമോ? ഉണ്ടോടങ്ങാൻ. സത്യം പറ, നിനക്ക് വട്ടുണ്ടോ? പ്രേമം ഒരു തരത്തിൽ വട്ട് തന്നെയല്ലേ ചന്ദ്രേട്ടാ? അത് മനസ്സിലാക്കണമെങ്കിൽ ഉള്ളിൽ ഹൃദയം എന്ന് പറയുന്ന സാധനം വേണം. അതില്ലാത്തവർക്ക് അത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിട്ടാ വൈദ്യരെ കാണാൻ വന്നത്. നീ എന്താ ഇവിടെ നോക്കിയിരിക്കുന്നത്? അച്ഛനല്ലേ പറഞ്ഞത് ഇതൊക്കെ കണ്ടുപിടിക്കാൻ. ഇതൊക്കെ കണ്ടുപിടിച്ചാൽ നിന്റെ ഉള്ള ജീവിതം പോകും. പോർന്ന് എന്ത്?
എങ്ങനെയുണ്ട്? നേരത്തെ വൃത്തിയോട് മാറി. ജയബാല, നീ പോയി വണ്ടി തിരിച്ചിട്ട് പോ പോ പോ. എങ്ങനെയുണ്ടാ മക്കളെ? നന്നായിട്ടുണ്ട്. ഇനി ഇത് മതി നാട്ടിലും വേഷം. അത് അച്ഛാ, ഇതാണ് മാത്തൻ സാർ പറഞ്ഞ സൈക്കിളിന്റെ ഓ പടം. ഓക്കേ, വാ. ജയബാല, ഓ ഈ സൈക്കിൾ കടയുടെ അഡ്രസ് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? എടുത്തിട്ടുണ്ട്. സ്ഥലത്തിന്റെ പേര് മദിരാശി എന്നല്ലേ? പിന്നല്ലാതെ സ്ഥലത്തിന്റെ പേര് തന്നെ കടയ്ക്കും. ഓക്കെ അപ്പു, അപ്പൊ പോയിട്ട് വരാം. വൈകിട്ട് കാണാം വിത്ത് സൈക്കിള്. ജാനയമ്മ കൊല്ലം കൊണ്ടിരുന്നോ? ഒരു ഭംഗിക്ക് ചോദിച്ചെന്നേ ഉള്ളൂ, ഒന്നും എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട. പോടാ അവിടുന്ന്. എനിക്കൊന്നും വേണ്ട, നിങ്ങൾ നേരത്തെ ഇങ്ങ് എത്തിയാ മതി. സോ സീ യു ഇൻ ദി ഈവനിംഗ്. ബൈ. ബൈ അച്ഛാ. ബൈ ബൈ. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ വണ്ടി ഒന്ന് നിർത്തിക്കേ. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ടീച്ചറല്ലേ പിന്നില്? എന്റെ അമ്മേ, ഈ സാധനം പുറകിലുണ്ടായിരുന്നോ? ചന്ദ്രേട്ടാ വണ്ടി ഒന്ന് നിർത്തിക്കേ. നിർത്തണ്ട, കത്തിച്ചു വിട്ടോ. എല്ലാ അത്യാവശ്യ കാര്യം പറയാനാണെങ്കിൽ ഇതിനെന്ത് അത്യാവശ്യം? ഒരു അത്യാവശ്യമില്ല. നീ വേഗം വണ്ടി വിടും. ജയബാല, വണ്ടി നിർത്താൻ. ശവം. ചന്ദ്രേട്ട ഒരു അത്യാവശ്യ കാര്യം പറയാനാ. ഏയ്, അല്ല, സ്പീഡിൽ പോയിട്ട് ടീച്ചറും എല്ലാം അപകടത്തിൽപ്പെട്ടാലോ? അപകടത്തിൽപ്പെടാൻ ഇവളോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലേ ഈ GP നിനക്ക് തന്നെ. എന്നാ പിന്നെ എന്റെ മൊബൈൽ നമ്പർ കട്ട് ചെയ്തിട്ട് വർക്ക്ഷോപ്പിലെ നമ്പർ എല്ലാവർക്കും കൊടുത്തേക്കല്ലേ? അതെന്തിന്? പിന്നെ ഞാൻ ഫുൾ ടൈം വർക്ക്ഷോപ്പിലായിരിക്കുമല്ലോ. അത്രക്ക് ബെസ്റ്റ് വണ്ടിയാണല്ലോ ചന്ദ്രൻ എനിക്ക് തരുന്നത്. ഹലോ ഹലോ ഹലോ, കിട്ടില്ലടാ. നീ എവിടെ തപ്പി നടന്നാലും ഇതുപോലൊരു വണ്ടി കാണാൻ കിട്ടില്ല. വണ്ടി കാണാത്ത കാര്യം നിൽക്കട്ടെ, ടീച്ചറെ കാണാനല്ലോ. ഈശ്വര, പാടത്തെങ്ങാനും വീണോ? സന്തോഷായി, ഇനി സുഖമായിട്ട് വിട്ടോ. പിന്നെ ടീച്ചർ എന്തൊക്കെ മോഹങ്ങളായിരുന്നു മനസ്സിൽ. പാടത്ത് വീണു, കാലൊടിഞ്ഞു. ഞാനൊരു ഷോർട്ട് കട്ട് വഴി ഇങ്ങ് കേറി. അല്ല, മദ്രാശിക്ക് പോകുന്ന കേട്ടു. ആണെങ്കി വരുമ്പോ എനിക്ക് അവിടെ നിന്ന് ഒരു സാധനം വാങ്ങിച്ചു കൊണ്ടുവരുമോ? എന്താണാവോ? ഒരു താലി. ജയബാല വണ്ടി എടുത്തേ. ഏയ്, വെറുതെ വേണ്ട, കാശ് തരാം. ജയബാല, ഇതിനുള്ള മറുപടി ചന്ദ്രേട്ടനല്ല പറയാൻ പോകുന്നത്, ഞാനാ പറയാൻ പോകുന്നത്. ടീച്ചറെ ഒരു സെക്കൻഡ് ഇങ്ങ് വന്നേ. കാശ് ആരും കാണാതെ ഈ പോക്കറ്റിലേക്ക് വെച്ചേക്ക്. താലിയുടെ കാര്യം ഞാൻ അയ്യടാ, എന്റെ കാശ് അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണല്ലേ? അത് വേണ്ട, എനിക്ക് വിശ്വാസമില്ലെന്ന്. വെറുതെ അല്ലേ ടീച്ചറിന്റെ ആഗ്രഹം നടക്കാത്ത. ഇയാൾക്ക് കാശ് തന്നിട്ട് എന്റെ ആഗ്രഹം നടക്കണം. എന്നാ പോ. ഒന്ന് ക്ലിയർ ആയിട്ട് കേട്ടില്ലല്ലോ. നീ എന്താ അവളോട് പറഞ്ഞത്? മേലിൽ ഇമാരി ഐറ്റംസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ മാറ്റം ശരിക്കും ശരിക്കും മേലിൽ സ്ത്രീകളോട് ഇത്രയും മോശമായിട്ട് സംസാരിക്കരുത്. പോവാം. പോവാം. വഴിന് മാറി. ചന്ദ്രേട്ടാ, മൈ ബെസ്റ്റ് വിഷസ് ഫോർ യു മദ്രാശി ട്രിപ്പ്. നിന്റെ അച്ഛനോട് കൊടുക്കടി. നീ നോക്കിക്കോ, ചന്ദ്രേട്ടൻ മദ്രാശിന്ന് വരുന്നത് എന്റെ കഴുത്തി കെട്ടാനുള്ള താലിയും കൊണ്ടായി. ഉറപ്പാ?